ജോഫിൻ വലിയ ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ പറഞ്ഞത് സിനിമ ചെയ്ത് തീർക്കലല്ല. ഈ സിനിമകളെല്ലാം ആളുകൾക്ക്, നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ചില കവർ സോങ് ഒക്കെ പാടുമ്പോൾ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്, ആ നല്ല പാട്ട് നീ നശിപ്പിക്കരുത്, അത് ചെന്ന് തൊട്ടതെന്ന് പറയുന്ന പോലെ ഈ സിനിമകളിലൊക്കെ ഒന്ന് മലയാളികൾ അത്രയധികം നെഞ്ചോട് ചേർത്ത് വെച്ചുള്ള സിനിമകളിൽ ഒന്ന് തൊടുക എന്ന് പറയുന്നത് പോലും ഞങ്ങളുടെ ബാച്ചിന് വളരെ വളരെ പാടുള്ള കാര്യമാണ്. അപ്പൊ അത് അത്ര അനുവാദങ്ങൾ മേടിച്ചെടുക്കുന്നിടത്താണ് ഈ സിനിമ ഉണ്ടാകുന്നത്. അതില് മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്ന അതിന്റെ ലാസ്റ്റ് ഡയലോഗ് നമുക്ക് പറയുമ്പോഴും അവിടെ ഉണ്ടായിരുന്നില്ല. ആ പേര് ആദ്യം ഈ സിനിമയിൽ പറഞ്ഞിട്ടും അതിന് കാരണക്കാരനായിരുന്നു അത് മുത്താനം കുന്ന് എന്ന് പറയുന്ന സിനിമയിൽ നിന്നാണ്. അതിന്റെ ഒരു തുടക്കം ജഗദീഷ് ചേട്ടന്റെ കഥയാണ് ആ സിനിമ എന്ന് പറയുന്നത്. ഒരു കലാകാരൻ വന്ന വഴി മറക്കാൻ പാടില്ല, അതൊരു പൊതു തത്വമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വന്ന വഴി ഓർമ്മിക്കാൻ ഒരു അവസരം കിട്ടിയതിന് വളരെ നന്ദി. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കരിയറിൽ ജഗദീഷിനെ ജഗദീഷ് ആക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്നത്. സംവിധായകൻ സിബി മലയിൽ, കമൽ, സെവൻ ആർട്സ് വിജയകുമാർ, സെവൻ ആർട്സ് മോഹൻ. ഒരു കമ്പനിയുടെ പേരിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അറിയപ്പെടുക എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല. സിബിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഞാൻ പറയാം. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഓടരുത് അമ്മാവ് ആളറിയാം എന്ന എൻ്റെ രണ്ടാമത്തെ ചിത്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു സിബി മലയിൽ. ഓടരുത് അമ്മാവ് ആളറിയാം എന്ന ചിത്രത്തിൽ ഹോട്ടൽ അമൃതയിൽ നിന്നും എൻ്റെ ബജാജ് പ്രിയ എന്ന സ്കൂട്ടറിൽ ഞങ്ങൾ ഒരുമിച്ച് മെർലാൻഡ് സ്റ്റുഡിയോ വരെ പല ദിവസവും ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ ആ ആത്മബന്ധം നമുക്ക് ഊഹിക്കാം. ഇന്ന് അങ്ങനെ ഒരു കാര്യം നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. അത് ഒരു പോരായ്മയായിട്ട് ഞാൻ പറയുന്നില്ല. കാലത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോ ഇന്നത്തെല്ലാം തെറ്റാണെന്നും അന്നത്തേതെല്ലാം ശരിയാണെന്നും സമർത്ഥിക്കാൻ ഞാൻ ആളില്ല. പക്ഷെ അന്നുണ്ടായിരുന്ന കുറേ രസങ്ങൾ, കുറെ സൗകര്യങ്ങൾ, കുറെ സൗന്ദര്യങ്ങൾ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആ കാര്യങ്ങൾ ഒക്കെ തന്നെ ഞാനൊരു തുടക്കക്കാരൻ എന്ന നിലയിൽ എൻ്റെ അഭിനയം ശരിയാകുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നത് സിബിയോടാണ് കൂടുതൽ. പ്രിയനോടും അതോടൊപ്പം തന്നെ സിബിയോടും പിന്നെ ശ്രീനിവാസനോടും. ഇവിടെ ഏറ്റവും കൂടുതൽ സാന്നിധ്യം വേണ്ടിയിരുന്ന ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ശ്രീനിവാസന്റേതാണ്. കഥ എന്റേതാണെങ്കിലും മുത്താനം കുന്നിന്റെ ആ സ്ക്രിപ്റ്റ് രൂപത്തിലാക്കിയത് ശ്രീനിവാസനാണ്. എന്റേത് വേണമെങ്കിൽ കഥാബീജം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. ഇതിലെ അമ്മണിക്കുട്ടി ഉൾപ്പെടെയുള്ള മമ്മൂക്കയുടെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ശ്രീനിവാസന്റെ കോൺട്രിബ്യൂഷനാണ്. എന്റെ സഹൃദയ സമക്ഷം എന്ന നാടകത്തിൽ ഇതിന്റെ കഥയുണ്ട്. ഈ ഫയൽമാന്റെ കഥയുണ്ട്, ഫയൽമാന്റെ മകളുണ്ട്, ഫയൽമാന്റെ മകളുടെ പ്രേമമുണ്ട്. അതിനെല്ലാം തന്നെ പുതിയ ഒരു ഭാഷ്യം കൊണ്ടുവന്നത് ശ്രീനിവാസൻ എന്ന മലയാള സിനിമയുടെ തന്നെ കരുത്താണ്, സമ്പത്താണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ജോഫിനെയും ഈ ആന്റോയും അല്ലെങ്കിൽ വേണു കുന്നപ്പള്ളിയൊക്കെ അടുപ്പിച്ചതിന്റെ ഒരു കാര്യം ജോഫിന്റെ കഴിവ് മാത്രമല്ല, വിനയമുള്ള, വളരെ ലാളിത്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. നമുക്ക് സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ, നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ബഹുമാനം തരുന്നതിനപ്പുറം സ്നേഹത്തോടു കൂടി പെരുമാറുക, അത് പ്രീസ്റ്റിൽ ഞാൻ അനുഭവിച്ചു. അതിനുശേഷം ഇതിന്റെ കഥ വന്ന് പറഞ്ഞപ്പോ ഈ രമേശൻ സൂചിപ്പിച്ചതുപോലെ ആ കഥയ്ക്ക് ഇത്രയും സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കിയത് സിനിമ കണ്ടപ്പോഴാണ്. ഞാൻ 2 പ്രാവശ്യം സിനിമ കണ്ടു. ഒന്ന് തിരുവനന്തപുരത്ത് ഫസ്റ്റ് ഡേ കണ്ടു, പിന്നെ അതിനുശേഷം ചെന്നൈയിൽ എൻ്റെ കുട്ടികളെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ഈ പൊങ്കൽ അവധിക്ക് ഞങ്ങൾ അവിടെ പോയിരുന്നു. അപ്പോൾ എൻ്റെ സകുടുംബം ഞങ്ങൾ എല്ലാവരും കണ്ട് അവർക്കും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അപ്പൊ 2 പ്രാവശ്യം, അടുത്ത കാലത്ത് ഒരു സിനിമയും ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ കാണാൻ ഉള്ള അവസരവും ഭാഗ്യം എനിക്കുണ്ടായി. അത് കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ വിചാരിച്ച റിയൽ ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്ന് ഷൂട്ട് ചെയ്ത് ഇപ്പോഴും ഇവിടെ പ്രത്യേകിച്ച് പള്ളി, ആ പള്ളി അതേ പള്ളി തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അയ്യോ, കാരണം തരുമോ അതേപോലെ തന്നെയാണ്. നിങ്ങൾ കാതോട് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സെയിം സ്റ്റെപ്സ് അങ്ങനെയുള്ള പള്ളിയുടെ എല്ലാം. എന്നിട്ട് ഞാനിപ്പോ മോഹൻ്റെ അടുത്ത് ചോദിക്കുന്നത് നമ്മൾ എവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്ത് കറക്റ്റ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. തിരുമണിക്കുന്നുപള്ളി അത് ആ പള്ളി അത് അത്രമാത്രം സാമ്യമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലൊക്കേഷൻസ് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ള, ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ലൊക്കേഷൻസും, കാരണം അത്രമാത്രം ഇവർ റെഫർ ചെയ്തിട്ടായിരിക്കും അല്ലേ ഇവരത് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഒരു എഫേർട്ട് ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട് എനിക്ക്. ഞാൻ ഓർക്കുന്നത് ഇവര് 3 വർഷമായിട്ടുണ്ടാവും ഇവർക്ക് എൻ്റെ അടുത്ത് ആദ്യം 3 വർഷമായിട്ട് ആദ്യം ഇവർ രണ്ടുപേരും തന്നെ രാമു ജോഫിന് തന്നെയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഇങ്ങനെ ചെയ്യാനുണ്ട്. അത് ജോൺ പോൾ ജീവിച്ചിട്ടുണ്ട്. അങ്കിള് ജോൺ പോൾ പറഞ്ഞിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് കാര്യം. അപ്പൊ എനിക്ക് അപ്പൊ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നി. ഞാൻ ചോദിക്കുകയും ചെയ്യും ഇത് എങ്ങനെ വർക്കാവും, കാരണം നമുക്കൊരു അത്ഭുതം എങ്ങനെ ആയിരിക്കും സ്ക്രിപ്റ്റ് ചെയ്യാൻ പോണത്.
പിന്നെ അതിന്റെ മർഡറും കാര്യങ്ങളൊക്കെ പിന്നീട് എങ്ങനെയായിരിക്കും ഇൻവെസ്റ്റിഗേഷനൊക്കെ എനിക്കറിയില്ല. അന്ന് ഇങ്ങനെ ആസിഫിന്റെ കാര്യത്തെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞിരുന്നില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും അറിയില്ല. ഇത്രമാത്രം ഡീറ്റെയിലിംഗ് ആ ഇതിന്റെ കഥയോട് കഥയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഒരുപാട് ഓർമ്മകളുണ്ട്. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഥകൾ അതിനെ ഷൂട്ട് ചെയ്ത, പ്രത്യേകിച്ച് ഭരതേട്ടനും ഇപ്പൊ ജീവിച്ചിട്ടില്ല, ഭരതേട്ടനായിട്ടുള്ള ഓർമ്മകളൊക്കെ തന്നെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു സിനിമയിൽ. പിന്നെ വിജയകുമാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ 7 ആർട്സിന്റെ ബാനറിൽ ആദ്യം ചെയ്യുന്ന സിനിമയാണ് കാതോട് കാതൽ. അതൊരു വലിയ കാരണം ഭരതേട്ടനിൽ നിന്ന് തുടങ്ങി അല്ലെ, അതൊരു വലിയ ബാനറായി മലയാള സിനിമയിലെ നിറഞ്ഞു. നമുക്കറിയാലോ പഞ്ചാഗ്നി, നക്ഷത്രങ്ങൾ, ഇത് മൂന്നും ഒരേ സമയത്താണ് അല്ലെ വർക്ക് നടക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ തമാശ. ഈ 3 പടങ്ങളും നന്നായിട്ട് വന്നു. അതുകൊണ്ട് 7 ആർട്സ് എന്ന് പറയുന്ന ബാനർ മലയാളത്തിലെ ഏറ്റവും വലിയൊരു ബാനർ ആയി മാറുകയും ചെയ്തു. അപ്പൊ അതൊരു വലിയ ഓർമ്മയാണ് ആ സിനിമ. ഫുൾ പേജ് പരസ്യം ഞാൻ ഓർക്കുന്നു. കാതോട് കാതോടത്തിന്റെ തൊട്ട് താഴെ ചിലമ്പെന്നായിരുന്നു എന്റെ ഓർമ്മ. അതെ അല്ലേ, ചിലമ്പ്. കോംപ്ലക്സില് ഒരേ സമയത്ത് 7 ആർട്സിന് 4 ഫിലിം ഓടിക്കൊരു കോംപ്ലക്സിൽ റിവ്യൂവിങ്. കാരണം കാതോട് കാതൽ കണ്ടിന്യൂ ചെയ്യുന്നു, പഞ്ചാഗ്നി 200 ഡേയ്സോളം അവിടെ റൺ ചെയ്യുന്നുണ്ടായിരുന്നു, നക്ഷത്രങ്ങൾ ചിലപ്പോൾ അവിടെ റിലീസാകും. അങ്ങനെ ഒരു വളരെ യുണീക്ക് അച്ചീവ്മെന്റ്. അത് വേറെ താമസിച്ചാൽ ഭരതേട്ടന്റെ 2 പടം, അൻസാറിന്റെ 2 പടം, 2 പടം അറ്റ് ടൈം കളിക്കാന്ന് പറയുന്നത് ആ കാലത്തൊക്കെ നടക്കുന്ന ഒരിക്കലും സിനിമയിൽ സംഭവിക്കില്ല.